എത്രയും പെട്ടെന്ന് അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടണം. ജനിച്ച കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ജനിക്കാത്ത കുഞ്ഞിനെ പറഞ്ഞു വിടാൻ. ഇപ്പോ 1 മാസം കഴിയുന്നതേ ഉള്ളൂ. ഈ സമയത്ത് ഉള്ളിൽ ചെല്ലാൻ പാടില്ലാത്ത ഭക്ഷണം ചെന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവള് പിന്നെ കരയേണ്ടി വരും. മോള് വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. അവൻ്റെ മനസ്സിലിപ്പോ എനിക്കും കണ്ണനെ പോലെ തന്നെ മോളോട് ശത്രുതയുണ്ട്. ആ നിലയ്ക്ക് നിങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ മോളെ ഞാൻ നീ എന്നും എടീന്നൊക്കെ വിളിച്ചെന്ന് വരും, പരുഷമായി സംസാരിച്ചെന്നും വരും. സാറിന്റെ നാവിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ അതൊക്കെ പറഞ്ഞോളൂ. അവനൊരിക്കലും സംശയം തോന്നാൻ പാടില്ല സാർ. എന്റെ മുന്നിൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ള അമ്മ പറഞ്ഞു കഴിഞ്ഞു എന്റെ കുഞ്ഞ് ജനിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും പറഞ്ഞു. ഇന്ന് വരെ അമ്മ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെയും നമ്മൾ കുറച്ച് മുൻകരുതലുകൾ എടുത്തേ പറ്റൂ സാർ. നമ്മളൊക്കെ കള്ളങ്ങൾ പറയാൻ വിഷമിക്കുന്ന കൂട്ടത്തിലാ. എന്നാൽ മേഘനെ പോലുള്ളവരുടെ കണ്ണുപൊത്താൻ അതൊക്കെ ആവശ്യമാണ് മോളെ. ഒരു തെറ്റും ചെയ്യാത്ത, ഭൂമിയിൽ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലാൻ മടിയില്ലാത്തവരാ മേഘനും അവന്റെ ബന്ധുക്കളുമൊക്കെ. അവരുടെ മുന്നിൽ പ്രസവം കഴിയുന്നവരെ നിങ്ങൾ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കണ്ണൻ നടക്കുന്നത് വേണമെങ്കിൽ നമുക്കെല്ലാവരോടും പറയാം. മോളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ കണ്ണനാണെന്നും പറയാം. പക്ഷേ അതുകൊണ്ട് നേട്ടത്തെക്കാൾ കൂടുതൽ നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ അതൊക്കെ മറച്ചുവെച്ച് നടക്കുന്നത് തന്നെയാ നല്ലത്. അവിടെ ശത്രുക്കൾ സന്തോഷിക്കുമ്പോൾ നമ്മൾ വേദനിക്കുകയല്ല മോളെ ചെയ്യുന്നത്, അവരെക്കാൾ കൂടുതൽ സന്തോഷിക്കുക. അതുകൊണ്ട് മോള് മേഘന്റെ മുന്നിലേക്ക് പൊയ്ക്കോ. എന്നിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞു. പിന്നാലെ ഞാനും വന്നോളാം മോളെ. ശരി സർ. എന്തൊക്കെ പറഞ്ഞാലും കിളവന്റെ മരുന്നുണ്ടല്ലോ, അതിന് അസാധ്യ പവറാടാ. മരുന്ന് ശരീരത്തിൽ നിന്ന് സെറ്റായപ്പോ തന്നെ നല്ല ആശ്വാസമുണ്ട്. നീ എന്താ ഇവിടെ? നിന്നെ ഒന്ന് കാണാൻ വന്നതാ. തോമസ് സാർ അറിഞ്ഞില്ലേ നീ ഇങ്ങോട്ട് വന്ന വിവരം? ആരെ അറിയിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്കെന്നെ കൊല്ലണോ അല്ലേ? നീ അതിനു വേണ്ടിയല്ലേ അന്ന് അവിടെ വന്നത്? എനിക്ക് പിന്നാലെ ആൾക്കാരുണ്ടടാ. നിന്നെക്കാളും തണ്ടും തടിയും ധൈര്യവുമുള്ള ആൾക്കാര് എന്റെ കൂടെയുണ്ട്. പിന്നെ വേണമെങ്കിൽ മാർക്കോ ഇവിടെ വന്ന് നിന്നെ തല്ലി ചതയ്ക്കും. അത് ചെയ്യിക്കണോ ഞാൻ? നിനക്ക് ചങ്ക പറിച്ച് തന്നവനാ കണ്ണൻ. ആ കണ്ണനെയാ നീ തേച്ചിട്ട് പോയത്. അതേപ്പറ്റിയൊന്നും നീ സംസാരിക്കേണ്ട കാര്യമില്ല. കണ്ണേട്ടന്റെ പകുതി സ്വത്തുക്കളും ഇപ്പൊ എന്റെ പേരില. കമ്പനികൾ ഉൾപ്പെടെ, ബിസിനസ് ഉൾപ്പെടെ പലതും. അതൊക്കെ തിരികെ വാങ്ങാന്ന് നീയും നിന്നെ സ്നേഹിക്കുന്നവരും കരുതണ്ട. ഒന്നും വിട്ട് തരില്ലടാ ഞാൻ. എന്താ എന്താ ഇവിടെ? നിന്നോട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ ഇവിടെ വന്നത്? സാറേ, സാറിനെ ശല്യം ചെയ്യാനല്ല ഞാൻ വന്നത്. ദേ, ഇവനെ ഒന്ന് കണ്ടിട്ട് പോകാനാ ഞാൻ വന്നത്. അത് ഇയാൾ ഇവിടെ നിന്ന് പുറത്തു പോയതിനു ശേഷം കാണണം, അല്ലാതെ ഇവിടെ വന്നല്ല കാണേണ്ടത്. പാവപ്പെട്ട ഒരു പയ്യനെ നീ കൊന്നു കളഞ്ഞത്. ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. സാറിനെ വിശ്വസിച്ച് കണ്ണേട്ടനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഞാനാ. അപ്പോ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വന്ന കാര്യം നടക്കുമെന്ന്. എന്നിട്ട് സാർ എന്താ ചെയ്തത്? എന്താ നിനക്കറിയില്ലേ? കണ്ണന്റെ വലതുകാൽ വെല്ലുകൾക്കൊപ്പം ഇടതുകാൽ വെല്ലുകളും ചലിച്ചു തുടങ്ങിയില്ലേ? അത്രേ ഉള്ളൂ. അതിനപ്പുറം പുരോഗമനമൊന്നും ഉണ്ടാവില്ലെന്ന് സാറിന് അറിയാം.
അത് സാർ എങ്ങും തൊടാതെ പറയുകയും ചെയ്തല്ലോ. ആ നിരാശ എന്റെ മനസ്സിലുണ്ട് സാറേ. ആ നിരാശ മനസ്സിലിട്ടുകൊണ്ട് ഇങ്ങനൊരു ചതി കണ്ണനോട് നീ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ഒരു ചതിയും കണ്ണേട്ടനോട് ചെയ്തിട്ടില്ല സാർ. ഓ, ഇവളുടെ കാഴ്ചപ്പാടില് ഇതൊന്നും ചതിയല്ല സാറേ. അങ്ങനെയുള്ളവളോട് കൂടുതലൊന്നും സംസാരിക്കാത്ത നല്ലത്. എനിക്ക് സാറിനോട് ബഹുമാനമുണ്ട് സാർ. സാറിനോട് തർക്കിക്കാനും സാറിന്റെ മുകളിൽ കയറി സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല. എന്നാ നിന്നെ ഞാൻ കാണാൻ വന്നത് നിന്റെ ആയുസിന് വലിയ ബലമൊന്നും ഇല്ലെന്ന് പറയാൻ വേണ്ടിയാ. നീ ഇവിടുന്ന് പുറത്തു കടന്ന ശേഷം എന്നെ നശിപ്പിക്കാനായിട്ട് ഗുണ്ടകളുടെ സഹായം തേടിയാ. അവിടെ നീ തീർന്നെന്ന് കൂട്ടിക്കും. നീ ഏതാടാ? ഞാൻ സാറിന് കൂട്ടിരിക്കാൻ വന്നതാ. കൂട്ടിരിക്കുന്നൊക്കെ കൊള്ളാം. ഇവിടുന്ന് ഇവൻ ഇറങ്ങിക്കഴിഞ്ഞാ കൂടെ നടക്കണ്ട. നടന്നാ നിനക്കും ഇതേ ഗതി വരും. നിന്റെ നട്ടല് തല്ലിയൊടിക്കാനും പുറത്ത് ആളുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവനുമായിട്ടുള്ള കൂട്ട് നീ വെട്ടിയേക്ക്. സാറേ, അവളുടെ സ്വഭാവം മാറിയത് കണ്ടോ സാറേ? ഇപ്പൊ ഒരുമാതിരി ഗുണ്ടകളെ പോലെയല്ല അവള് സംസാരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും മേഘ? സ്വത്തിന്റെ പകുതിയും കണ്ണൻ അവൾക്ക് എഴുതി കൊടുത്തു. അല്ലെങ്കിൽ അത് അവളുടെ ബുദ്ധി കൊണ്ട് അതെല്ലാം അവൾ എഴുതി വാങ്ങി. അതിന്റെ നെകളിപ്പെപ്പോഴും എന്തായാലും അവൾ സ്വഭാവത്തിൽ കാണും. എന്നാ പിന്നെ ഞാനേ അവളെ ഒന്ന് ഇറക്കി വിട്ടിട്ട് ഇവിടെ ഒന്നും ചുറ്റിപ്പറ്റി നിൽക്കണ്ടെന്ന് അവളോട് പറയട്ടെ. സാറേ, കണ്ണനിനി നടക്കാൻ പറ്റില്ല അല്ലേ സാറേ? അയാളുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. എന്നാലും ശ്രമം തുടരുക. എടാ സതീശേ, നടക്കുന്ന കണ്ണനേക്കാളും കാണാൻ എനിക്കിഷ്ടം നടക്കാത്ത കണ്ണനെ. ആ പോയവളില്ലേ, അവളെ ഞാൻ പുകയ്ക്കൂടാ. പക്ഷേ അതിനു മുമ്പ് അവിടെ കൂടെയുള്ളവൻ നമ്മളെ പോയിക്കുന്ന എന്റെ പേടി. അവനെ ഉടനെ എന്തെങ്കിലും ചെയ്യാടാ. അവനാ അവളുടെ ശക്തി. നിറച്ച് കൊടുത്തോ? ആ, കൊടുത്തു. അവൻ പറയുന്നതും കേട്ടു. തോമസ് സാറും എന്നോട് ദേഷ്യത്തിൽ സംസാരിച്ചതുകൊണ്ട് അവൻ എന്റെ പ്രകടനമൊക്കെ വെറും അഭിനയമായിട്ട് തോന്നിക്കാണില്ല. കാര്യങ്ങൾ അങ്ങനെ തന്നെ പോട്ടെ. സമൂഹത്തില് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരല്ല, ഒന്നുമില്ലാത്തവരല്ല. വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നത് പലപ്പോഴും സാമ്പത്തികം ഒരുപാടുള്ളവരാ, ജീവിക്കാൻ ഒരുപാട് മാർഗമുള്ളവരാ. അവർക്കിടയിലാ മത്സരം ഉണ്ടാവുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരു കാലത്തും തൃപ്തി ഉണ്ടാവില്ല, ഒന്നിലും തൃപ്തി ഉണ്ടാവില്ല. ഓരോ നേട്ടങ്ങൾ ഉണ്ടാവുമ്പോഴും അതിനേക്കാൾ കൂടുതൽ വേണമെന്ന ചിന്തയായിരിക്കും അത്തരക്കാർക്ക്. ആ ഗണത്തിൽ പെടുന്നവരാ മേഘനും എന്റെ രണ്ടാനമ്മയും ഉണ്ണിയും തന്റെ അനിയത്തിയൊക്കെ. എനിക്ക് തന്നെ പിരിഞ്ഞിരിക്കുന്നതിന്റെ വേദനയൊക്കെ ഉണ്ട്. എങ്കിലും തന്റെ കാര്യത്തിൽ ആശങ്കയില്ല. ഞാനും തന്റെ അമ്മയൊക്കെ എങ്ങനെയാണോ തന്നെ നോക്കുന്നത് അതുപോലെ തന്നെ നോക്കുന്നവരാ ലേഖ ആനന്ദുമൊക്കെ. ഹൃദയം കൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നവർക്കരികിലേക്ക് നമുക്ക് പോവാം. അവരെ ഏത് പാതിരാത്രിയിലും നമുക്ക് വിശ്വസിക്കാം. ഇപ്പൊ ഒരു നിമിഷം ഞാൻ മാറി നിന്നാ അത് ലേഖയ്ക്ക് ടെൻഷനാ. അമ്മയാകാനും ജനിക്കുന്ന കുഞ്ഞിനെ താലോലിക്കാനും അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന മനസ്സാ ലേഖയുടേത്.
അത് ഞാൻ തൊട്ടറിഞ്ഞതാ. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ കുഞ്ഞിനിപ്പോ എങ്ങനുണ്ട്? അമ്മയെ കുഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ടോ? ഈ അച്ഛന്റെ കുഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ ഇതുവരെ വേദനയൊന്നും അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിലും വേദനിപ്പിക്കാനുള്ള വളർച്ചയൊന്നും ആയിട്ടില്ലല്ലോ കുഞ്ഞിന്. എങ്കിലും നമ്മുടെ കുഞ്ഞ് എത്രത്തോളം വളർന്നു എന്ന് ഞാനൊന്നും നോക്കട്ടെ. അയ്യോ, ദേ സാറ്. ഞാൻ വന്നത് ശല്യമായല്ലേ? ഏയ്, പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടാളും ഇപ്പൊ ഒന്നിച്ചിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ. അത് ഞാൻ ഓർക്കണമായിരുന്നു. രണ്ടാളും നാണക്കേടൊന്നും വിചാരിക്കണ്ട. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഭാര്യ ഭർത്താക്കന്മാരാണ് നിങ്ങൾ. അങ്ങനെയുള്ളവർക്ക് കാണാനൊരു അവസരം വരുമ്പോ അവർ പരിസരം മറന്നുപോകും. എങ്കിലും വലിയൊരു നാടകത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും. ആ നാടകത്തില് ഞാൻ ഉൾപ്പെടെയുള്ള പലരും കഥാപാത്രങ്ങളുമാണ്. അങ്ങനെയുള്ളപ്പോ ഇത്തരം സ്നേഹപ്രകടനങ്ങളൊക്കെ വാതിലടച്ചിട്ടാകാം. അത് പിന്നെ ഞാൻ വെറുതെ. ഭാര്യയുടെ വയറ്റിൽ ചെവി വെച്ച് നോക്കാൻ വളർച്ചയൊന്നും ആയിട്ടില്ല. കഷ്ടിച്ച് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുഞ്ഞ് കൈയും കാലും ഒക്കെ ചലിപ്പിക്കാൻ ഇനിയും മാസങ്ങൾ വേണം. എന്ന് വെച്ച് സ്നേഹപ്രകടനങ്ങളൊന്നും കുറയ്ക്കണ്ട. ആ നേരത്തും ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ വച്ചേക്കണം. അകലെയല്ല ശത്രു, ഒരു മുറിക്ക് അപ്പുറത്ത് തന്നെ ഉണ്ട്. കണ്ണനും മഹാലക്ഷ്മിയും ഒരുമിച്ച് ഒരു മുറിയിലുണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈ നാടകത്തിന്റെ ക്ലൈമാക്സാണ്. ആ ഓർമ്മ വേണം. കണ്ടു കഴിഞ്ഞാൽ ഇതാ കുഴപ്പം, ഒരു പരിസരബോധവും ഇല്ല. എന്നാ പിന്നെ ആ വാതിലങ്ങ് അടച്ചേക്കാം. എന്തായാലേ ഇങ്ങനെ ഒരിടത്തും ഇരിക്കാതെ ഏതു നേരം നടക്കുന്നത്? മഹി പോയിരിക്കുന്നത് തോമസ് സാറിന്റെ വീട്ടിലേക്കല്ലേ? അതിന് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇതിപ്പം നിന്റെ നടത്തം കണ്ട തോന്നല്ലോ നിന്റെ വയറ്റിലെ കുഞ്ഞുള്ളെന്ന്. അങ്ങനെ തന്നെയാ എനിക്ക് തോന്നുന്നത്. അമ്മയാകാൻ കഴിയാത്തൊരു പെണ്ണിനെ മനസ്സിലാവും അവളുടെ വേദന എത്രയെന്ന്. ആ എത്തിയല്ലോ, ഇപ്പൊ സമാധാനമായല്ലോ. ആ രണ്ടാളുണ്ട്. എന്റെ കണ്ണ, മഹിയം കൊണ്ട് എല്ലായിടത്തോട്ടും പോകുന്നത് അത്ര പന്തിയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. താൻ ഇവിടുന്ന് പോയതിനു ശേഷം എനിക്ക് മനസ്സമാധാനം തന്നിട്ടില്ല. ആ ഇനിയിപ്പോ ഡെലിവറി കഴിഞ്ഞാലേ എന്റെ ഭാര്യയും കുഞ്ഞിനെയും നീ എനിക്ക് വിട്ടു തരുമോ? ഇതാണ് പോക്കെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പോകുന്ന സമയത്ത് എൻ്റെ ഒപ്പം ലേഖ വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാ ഇപ്പൊ വരണ്ടാന്ന് ഞാൻ പറഞ്ഞത്. അതിനിടയ്ക്ക് 2 തവണ വിളിച്ചല്ല. വേറൊന്നും കൊണ്ടല്ല കണ്ണേട്ടാ, മേഘനിപ്പോ തളർന്നു കിടക്കുകയാണെങ്കിലും
അവന്റെ അടുത്തേക്ക് മഹി പോകുമ്പോ നമ്മള് ഭയക്കണമല്ലോ. അവന് കൂട്ടായിട്ട് അവനെ പോലുള്ള ഗുണ്ടകളും ഏതു നേരവും കാണുമല്ലോ. എടാ, നിന്നെ അവിടെ വെച്ചാലും കണ്ടിട്ടില്ലല്ലോ. ഹേയ്, തോമസ് സാർ ഞങ്ങളുടെ കൂടിക്കാഴ്ചക്കുള്ള അവസരം ഒരുക്കായിരുന്നു. പിന്നെ സാഗർ അവിടെ ഉണ്ടല്ലോ. അയ്യോ, 11 മണിക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ എല്ലാം അരിഞ്ഞ് മേശപ്പുറത്ത് വെച്ചിരിക്കുക. മഹി വാ വാ. അവൾക്ക് കുട്ടികളില്ലാത്തതിന്റെ വിഷമമുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അതിനുവേണ്ടി അവൾ എത്ര കൊതിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഏയ്, നീ വിഷമിക്കണ്ടടാ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ ലേഖ അതിന്റെ രണ്ടാനമ്മ ആയിക്കോട്ടെ. അവക്ക് കുഞ്ഞിനെ ലാളിക്കണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ അവൾ കുഞ്ഞിനെ നോക്കട്ടെ. അല്ലെങ്കിൽ തന്നെ എന്നെക്കാളും ജോലിയുണ്ട് ഇപ്പോ മഹിക്ക്. കമ്പനിയെല്ലാം ഓടി നടന്ന് നോക്കുന്നത് അയാളാ. ഞങ്ങൾ രണ്ടാളും ഓഫീസിൽ പോകുന്ന സമയത്ത് കുഞ്ഞിനെ ഇവിടെ തന്നിട്ട് പോവാം. പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഞ്ഞിന് ലേഖ തന്നെ അമ്മ ആയിക്കോട്ടെ. നീ അച്ഛനും. ഇപ്പോഴെങ്ങനെയുണ്ടോ? സാറിന്റെ മരുന്ന് ശരീരത്തിൽ പിടിച്ചപ്പോ തന്നെ ഒരു ആശ്വാസമുണ്ട്. എങ്കിലേ ഈ ജയപാലിനൊന്ന് തടവിയാലുണ്ടല്ലോ, പെട്ടെന്ന് കുറച്ചുകൂടെ മാറ്റം വരും. ഭാഗ്യമുണ്ടെങ്കിൽ തനിക്ക് ഇന്ന് തന്നെ ആ മുടന്തുകാലം നടക്കാൻ പറ്റും. നാളെയോ മറ്റന്നാളോ പോകാനും. പോണം സാറേ, പെട്ടെന്ന് തന്നെ പോണം. പുറത്ത് പോയിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നീ ചെയ്തു തീർക്കാൻ പോകുന്നതൊക്കെ എനിക്കറിയാമല്ലോ. ആ ജയപാല, ആ കുഴമ്പ് കാലിനും കയ്യിലൊക്കെ നിട്ടുകൊടുക്കും. ശരി സാറേ. ഇവനെ ശരിക്കൊന്ന് വേദനിപ്പിക്കണം. വാ ജയപാല, ആദ്യം ആ കയ്യിലൊന്ന് ഇട്ട് കൊടുക്ക്. ശരിക്കൊന്ന് മുക്ക് ജയപാല. ഒന്ന് മയത്തി തടവന്റെ ചേട്ടാ. മർമ്മം നോക്കി അവനടിച്ചിരിക്കുന്നേ. അതുകൊണ്ട് അമർത്തി തിരുമ്പോ അയ്യോ, നരമ്പിനൊക്കെ ഭയങ്കര വേദനയാ. ഇത്തിരി വേദനിച്ചാലേ ഫലം കിട്ടത്തുള്ളൂ മേഘ. എന്നും ഇവിടെ കിടക്കാനല്ലോ വന്നത്, പെട്ടെന്ന് പോകാനല്ലേ? പുറമേല്ല സാറേ, ഉള്ളിലാണ് വേദന കൂടുതല്. മുട്ടുമടക്കി വയറ്റത്തടിക്കാൻ അവൻ മിടുക്കനാ. ആ സമയത്തെ ആന്തരയാവങ്ങളൊക്കെ മൊത്തം കലങ്ങി. അതിനാണ് ഉള്ളിൽ മരുന്ന് തരുന്നത്. ഇതെല്ലാം ശരീരത്തിൽ പിടിച്ച ശേഷം കൂട്ടുകാരന്റെ കൈപിടിച്ചൊന്ന് നടക്കാൻ നോക്ക്. ചിലപ്പോ സഹായം വേണ്ടി വരില്ല. ജയപാല, അയാൾ കരയൊന്നും നോക്കണ്ട, നന്നായിട്ടും കുഴിഞ്ഞേര്. കുറച്ച് നിലവിളിക്കട്ടെ, വേദന കൊണ്ട് പുളയട്ടെ. മോൾക്ക് കൊടുക്കാനായിരിക്കും വറുത്തു കോരുന്ന. എന്താ അമ്മയ്ക്ക് വേണോ? നീ നിന്റെ മൂത്ത മോൾക്ക് കൊടുത്തതിന്റെ ബാക്കി ഉണ്ടെങ്കിലേ കൊണ്ടുപോയി ചത്തുപോയി നിന്റെ കെട്ടിയവന് കൊടുക്ക. എന്തായാലും നിന്റെ പലഹാരം കഴിച്ച് അവൻ നേരത്തോട് നേരെ ആകുന്നതിന് മുമ്പ് പോയല്ലോ.
ഭാഗ്യവാൻ. അല്ലെങ്കിൽ ഇപ്പൊ പ്രതാപം കാണുന്ന പോലെ നിന്റെ മോളെ പോലെ സകല പൂജാരിമാരുടെയും പുറകെ നീ നടക്കുന്നത് അവനും കാണേണ്ടി വന്നേനെ. ദേ തിളച്ച വെളിച്ചെണ്ണയുടെ അടുത്ത് നിന്നാ അമ്മ ഇതൊക്കെ സംസാരിക്കുന്നത്. ഇതുപോലെ എന്റെ മുഖത്തോട്ട് ഒഴിക്കും. പ്രായം ചെന്ന അമ്മയായതുകൊണ്ട് അത് പറ്റില്ലല്ലോ. മുഖത്ത് തിളച്ച വെളിച്ചെണ്ണ വീഴാനുള്ള സംസാരമാ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. എടി, ഓരോരോ സംശയങ്ങൾ ഉള്ളിൽ വെച്ചോണ്ടാണ് ഇത്രയും നാളും ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ പറഞ്ഞത് ശരിയാണെന്ന് നിന്റെ മോള് തെളിയിച്ചു തന്നില്ലേ? അവളുടെ പ്രസവം കഴിയാനായിട്ട് കാത്തിരിക്കുക ആരാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് കണ്ടുപിടിക്കാൻ. ജനിക്കുന്ന കുഞ്ഞ് അവളെ പോലെയാണെങ്കിലും ചിലപ്പോ അതിന്റെ മുടിയോ വായോ കണ്ണോ ഇതിലേതെങ്കിലും അതിന്റെ അച്ഛന്റെ ആകാതിരിക്കത്തില്ലല്ലോ. അപ്പോഴറിഞ്ഞാ മതി കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്. അങ്ങനെയെങ്കിലും ആ കുഞ്ഞ് സ്വസ്ഥമായിട്ട് ജനിക്കട്ടെ.